മതം വിട്ടവർ, യുക്തിവാദികൾ, എക്സ് മുസ്ലിങ്ങൾ എന്ന പേരിൽ കുറേ വിഭാഗങ്ങൾ ഇന്ത്യയിലും കേരളത്തിലുമുണ്ട്. അവരൊക്കെ വാസ്തവത്തിൽ മതം പഠിച്ച് ഈ മതം ശരിയല്ല എന്ന് മനസ്സിലാക്കി മതത്തിൽ നിന്ന് പുറത്തു പോയവരാണ്. ഇവിടെയുള്ള ശരാശരി മുസ്ലിങ്ങളാരും മതം പഠിച്ച് മതത്തിൽ വന്നവരല്ല. അവരുടെ മാതാപിതാക്കൾ അനുവർത്തിച്ചിരുന്ന മതരീതി അവർ പിന്തുടർന്നു. പിന്നീടവർ മദ്രസയിൽ മറ്റും പോയി മതം പഠിച്ചെടുക്കുകയായിരുന്നു. ഇവരൊക്കെ ഈ മതം വിട്ടവരൊക്കെ നേരത്തെ മദ്രസയിൽ തന്നെ പഠനം തുടർന്ന് മതം പഠിച്ച് മതം മനസ്സിലാക്കിയതിന് ശേഷം മതം വിട്ടവരാണ്. അവരുടെ വിശ്വാസത്തിന് ക്വാളിറ്റി കൂടും. ഉള്ളത് പറയണമല്ലോ. ഇപ്പോൾ ഈ മതവിമർശനം കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു ആരിഫ് ഹുസൈനുണ്ട്, അതുപോലെ മറ്റു പലരുമുണ്ട്. ഈ ഹുസൈനെ അയാളുടെ പിതാവ് കാരന്തൂർ മർക്കസിൽ മദ്രസയിൽ ചേർക്കാൻ കൊണ്ടു ചെന്നപ്പോൾ ഈ ഹുസൈൻ്റെ ബുദ്ധി വൈഭവം കണ്ട് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരാണ് പേരിന് മുമ്പിൽ ആരിഫ് എന്നുകൂടി വെക്കാൻ നിർദ്ദേശിച്ചത്. അങ്ങനെയാണ് ആരിഫ് ഹുസൈൻ എന്ന പേര് ഇയാൾക്ക് വരാൻ കാരണം. ഞാൻ പറഞ്ഞു വന്നത്, ഇതൊക്കെ മതപരമായ പഠനം നേരത്തെ നടത്താത്തവരല്ല, മതം ലഭിക്കാത്തവരല്ല. ഇപ്പോൾ മതം പഠിക്കാത്തത് കൊണ്ടല്ലല്ലോ മുസ്ലിം സമുദായം ഇപ്പോൾ പല വഴിക്കും തെറ്റിപ്പോകുന്നത്. ഇവരൊക്കെ നിർബന്ധിച്ചോ തന്നെ രക്ഷിതാക്കൾ മതം പഠിപ്പിച്ച് വിട്ടവരാണ്. ഇങ്ങനെ അതിന് ശേഷമാണ് അവർ ഈ വിശ്വാസത്തിലേക്ക് വന്നത്. അതിനവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഇങ്ങനെ മതം വിടുന്നതോടുകൂടി സമൂഹത്തിൽ നിന്ന് ഇവർക്ക് വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. ഇയാൾ തികഞ്ഞ മതേതരവാദിയായി മാറുന്നു. പിന്നെ ഇയാളുടെ വാക്കുകൾ മുഴുവനും പ്രവാചകനെയും 6-ാം നൂറ്റാണ്ടിനെയും ഖുർആനിനെയും വിമർശിച്ചുകൊണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ഈ വിമർശനം ഇങ്ങനെ കേൾക്കുന്നതിനനുസരിച്ച് ഇയാൾക്ക് സമൂഹത്തിൽ നിന്ന് വലിയ സ്ഥാനമാനങ്ങളും മറ്റും ലഭ്യമാകുന്നുണ്ട്. ചിലരൊക്കെ മന്ത്രിപദം വരെ ലഭിക്കുവാൻ കാരണം ഇവരുടെ ഈ പത്തരമാറ്റ് മതേതരത്വമാണ്. അല്ലാതെ മതം വിശ്വാസം ഉള്ളവനാണെന്ന് പറഞ്ഞാൽ അവർക്ക് പലതും ലഭിക്കുകയില്ല. ചില മതേതര പാർട്ടികളിൽ അവരെ ചേർക്കുകയില്ല. അപ്പോൾ എനിക്ക് സ്വർഗം വേണ്ട, സ്വർഗം എന്ന് തെറ്റാണ്, ഞാൻ മദർ തെരേസയും മഹാത്മാഗാന്ധിയും ഇല്ലാത്ത സ്വർഗത്തിലേക്ക് ഞാൻ വരികയില്ല, EMS ഇല്ലാത്ത സ്വർഗത്തിലേക്ക് ഞാൻ വരികയില്ല എന്നൊക്കെ അവർ തുറന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. അതിന് നമുക്കവരെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ഇങ്ങനെയൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ മതം വിട്ടതിൻ്റെ പേരിൽ ലഭിക്കാവുന്ന ആനുകൂല്യങ്ങളൊക്കെയും നേടിയെടുക്കുന്ന ഇത്തരം ആളുകൾ മരണപ്പെടുന്നതോടുകൂടി ഇയാളുടെ വീട്ടിലുള്ള അന്തരീക്ഷത്തിന് പെട്ടെന്ന് ഒരു മാറ്റം സംഭവിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കുടുംബത്തിലെ പുരുഷന്മാരൊക്കെ ചിലപ്പോൾ ഒരു ടവലൊക്കെ വാങ്ങി തലയിൽ കെട്ടുന്നു. ആ വീട്ടിൽ ചിലപ്പോൾ ഖുർആൻ പാരായണം നടക്കുന്നു. ശേഷക്രിയകൾ മുഴുവനും ജീവിച്ചിരിക്കുമ്പോൾ നിരന്തരമായി വിമർശിച്ചിരുന്ന പ്രവാചകൻ പറഞ്ഞ അതനുസരിച്ച് തന്നെ നടത്തുന്നു. അങ്ങനെ പള്ളിയുടെ ഖബർസ്ഥാനിൽ മറവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അത് കമ്മിറ്റിക്കാർ അവിടെ സ്ഥലം അനുവദിക്കുന്നു. അങ്ങനെ ഇത് പള്ളിയിലേക്ക് കൊണ്ടുചെന്ന് മെഹ്റാബിനോട് ചാരി വെച്ച് കിടത്തിയ ശേഷം പിന്നാലെ സ്വപ്പ് നിന്ന് ആളുകൾ ഇയാൾക്ക് വേണ്ടി ജീവിതത്തിൽ ഇയാൾ തെറ്റാണ്, അങ്ങനെ വിശ്വാസമേ ഇല്ല, അങ്ങനെ ഒരു സ്വർഗമേ ഇല്ല എന്ന് പറഞ്ഞ ആ സ്വർഗം ലഭിക്കുവാൻ വേണ്ടി കുറേ, അവരുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ കുറേ പൊട്ടന്മാർ ഈ മൃതദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അയാൾക്ക് വിശ്വാസമില്ല. ഇങ്ങനെ പുറത്തു കൊടുക്കുന്ന സ്വർഗം കൊടുക്കുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ ആ ശക്തി ഇത്ര വിവരമില്ലാത്ത ഒരു ആണ് എന്നാണോ ഈ പ്രാർത്ഥിക്കുന്നവർ തന്നെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നത്?
ജീവിച്ചിരിക്കുമ്പോൾ അയാൾ ഈ വിശ്വാസം ശരിയല്ല എന്ന് തീർത്തു പറഞ്ഞത് നമ്മൾ പലവട്ടം കേട്ടതാണ്. അതിൻ്റെ പേരിൽ അയാളെ വിമർശിച്ചു കൊണ്ട് കുറേ മതപ്രസംഗങ്ങൾ നടത്തി അതുവഴി സാമ്പത്തികം നേടിയവരുമാണ് ഇതൊക്കെ മരിച്ചതിന് ശേഷം ഇതൊക്കെ ചെയ്യാൻ പോകുന്നത്. അവിടെ മൗലവിമാരും മുസ്ലിംമാരും തമ്മിലൊന്നും ഒരു വലിയ വ്യത്യാസം കാണുന്നില്ല. ഒരു വലിയ നേതാവുണ്ടായിരുന്നു. അയാൾ പറഞ്ഞത്, ഞാൻ ജീവിതത്തിൽ ഒരാൾക്ക് വേണ്ടിയും നമസ്കരിച്ചിട്ടില്ല, പിന്നെ സേട്ടു സാഹിബിന് ഒന്ന് നമസ്കരിച്ചാലോ എന്ന് ഞാൻ ആലോചിച്ചു, ഇനി ഒരാൾക്കായിട്ട് ഞാനത് ചെയ്യുന്നില്ല എന്ന് പരസ്യമായിട്ട് പറഞ്ഞ ഒരാൾ, ദൈവവിശ്വാസം എനിക്ക് തീരെയില്ലെന്ന് പറഞ്ഞ ഒരാൾ, പിന്നീട് അവിടുന്ന് ആനന്ദമയിയുടെ അരികിൽ പോയി അവിടുന്ന് ആനന്ദമയി അമ്മ ദൈവമാണ് എന്നുകൂടി പറഞ്ഞ ആൾ, അയാൾ മരണപ്പെട്ടപ്പോഴും ജനാസ നമസ്കാരത്തിന് പള്ളി സ്ഥലമില്ലാത്ത വിധം ആളുകൾ പങ്കെടുത്തിരുന്നു. വാസ്തവത്തിൽ ഈ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരും അത് ചെയ്യിക്കുന്നവരും ജനങ്ങളെ യഥാർത്ഥത്തിൽ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരം മതം വിട്ടവർ ജീവിച്ചിരിക്കുമ്പോൾ പല വിമർശനങ്ങളും പ്രവാചകനെയും 6-ാം നൂറ്റാണ്ടിനെയും ഒക്കെ വിമർശിക്കുന്ന ഇവർക്ക് മരണപ്പെട്ട ശേഷം ഈ 6-ാം നൂറ്റാണ്ടിലെ ഈ പ്രവാചകൻ പറഞ്ഞ ഈ അന്ധവിശ്വാസമനുസരിച്ച് എൻ്റെ മൃതദേഹത്തിൻ്റെ ശേഷക്രിയകൾ ചെയ്യരുത് എന്ന് ഒരാളും പറയുന്നില്ല. അങ്ങനെ അവരോട് ചോദിക്കപ്പെടുമ്പോൾ അവർ പറയുന്നത് അത് മരണശേഷം എൻ്റെ ഉത്തരവാദിത്തത്തിൽ പെട്ടതല്ല എന്നാണ്. എന്നാൽ ഈയിടെ ഒരു യുക്തിവാദി എൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കണമെന്ന് പ്രഖ്യാപിക്കുന്നത് കണ്ടു. അയാളുടെ കുടുംബം അത് നടപ്പിലാക്കുമോ എന്ന് നമുക്കറിയില്ല. എങ്കിലും അയാൾ പറഞ്ഞത് അയാളുടെ ഒരു ഉസുറാണ് കാണിക്കുന്നത്. ഇതിന് പോകുന്ന എന്ന് വെച്ചാൽ ഇങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ മുഴുവനും മതത്തെയും പ്രവാചകനെയും പ്രവാചക ഭക്തിമാരെയും ഇസ്ലാമിനെയും ഖുർആനിനെയും ഒക്കെ നിരന്തരമായി വിമർശിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടി മരണപ്പെട്ടതിന് ശേഷം ഇസ്ലാമിക ശേഷക്രിയകൾ ചെയ്യുവാൻ വേണ്ടി മൗലവിമാരായാലും മുസ്ലിയാന്മാരായാലും മറ്റ് പള്ളിക്കമ്മിറ്റിക്കാരായാലും പോകേണ്ടതുണ്ടോ എന്ന് ഒന്ന് ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇവിടെ ഇരുവിഭാഗവും ജനങ്ങളെ പറ്റിക്കുന്നതായിട്ട് വേണം കരുതാൻ. ജീവിച്ചിരിക്കുമ്പോൾ ഇവരെ വിമർശിച്ച് പ്രസംഗിച്ചിരുന്ന മൗലവിമാരും മുസ്ലിയാന്മാരും തന്നെയാണ് ഇയാളുടെ ശേഷക്രിയയിൽ വന്ന് പങ്കെടുക്കുന്നത് നാം കാണുന്നത്. ഇവിടെ എവിടെയോ ഒരു പിശകുള്ളതായി വേണം കരുതാൻ. ഒന്നുകിൽ ഈ മതം വിട്ടവർ മരിക്കുന്നതിന് മുമ്പ് തന്നെ ഈയിടെ പെരിന്തൽമണ്ണയിൽ ഒരു മതം വിട്ടവൻ മരണപ്പെട്ടു. അവിടുത്തെ മഹല്ല് കമ്മിറ്റി ഖബർസ്ഥാനിൽ മറവ് ചെയ്യാൻ വിസമ്മതിച്ചു. അപ്പോഴെങ്കിലും അവർക്ക് അവരുടെ വീട്ടിൽ ഒരു കുഴിയെടുത്ത് അതിലിട്ട് മൂടിയാൽ മതി. ഇനി അതിന് മൂടാൻ സ്ഥലമില്ലെങ്കിൽ ഇപ്പോൾ കത്തിച്ച് കളയുന്ന ഒരു ടീമുണ്ട്, അവരോട് പറഞ്ഞാൽ അവർ വന്ന് അത് ദഹിപ്പിച്ചു കൊടുക്കും. അങ്ങനെ സൗകര്യമുണ്ട്. ഇല്ലെങ്കിൽ പൊതുശ്മശാനമുണ്ട്. അവിടേക്കൊന്നും കൊണ്ടുപോകാതെ ഇയാളുടെ ഭാര്യയുടെ സ്വദേശമായ ഈരാറ്റുപേട്ടയിൽ ഒരു പള്ളിക്കമ്മിറ്റി ഖബർസ്ഥാൻ അനുവദിച്ചപ്പോൾ പെരിന്തൽമണ്ണയിൽ നിന്ന് ഈ മൃതദേഹം ഈരാറ്റുപേട്ടയിൽ കൊണ്ടുപോയി മറവ് ചെയ്യുകയാണ് ചെയ്തത്. എന്നാൽ ഇങ്ങനെയൊക്കെ ഭർത്താവിനെ ഖബർസ്ഥാനിൽ തന്നെ മറവ് ചെയ്യാൻ ആഗ്രഹിച്ച ഈ സ്ത്രീ അതിന് ശേഷമെങ്കിലും വിശ്വാസത്തിൽ വല്ല മാറ്റവും വരുത്തിയോ? അവർ ഇത് മറവ് ചെയ്തതിന് ശേഷം അവർ പഴയ പല്ലവി തന്നെ ആവർത്തിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ മൃതദേഹം ഈരാറ്റുപേട്ടക്കാർ കൊണ്ടുപോയി അവിടെ മറവ് ചെയ്ത് അവിടെയും ഈ പ്രാർത്ഥന നടന്നിട്ടുണ്ടാവും, ഇയാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ എന്ന്. ഇത്തരം അർത്ഥരഹിതമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് ചെയ്യുന്നവരും ചെയ്യിപ്പിക്കുന്നതിൽ നിന്ന് ഈ മതം വിട്ടവരും മാറി നിൽക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, മരണാനന്തരം മതവിശ്വാസികൾ അവർ ജീവിച്ചിരിക്കുമ്പോൾ ഒരു പൊട്ടന്മാരെന്നും മതമൗലികവാദികളെന്നും പറഞ്ഞിരുന്നവർ അയാൾക്ക് വേണ്ടി കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായങ്ങൾ കാണുന്നതിൽ നിന്ന് തന്നെയാണ് ഇത്തരം മതം വിട്ടവർക്ക് ഒരു പ്രചോദനം ലഭിക്കുന്നത് എന്നു വേണം കരുതാൻ.